അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ ഭക്തന്മാരെ, അതായത് ഹിന്ദു ഭക്തജനങ്ങളെ ഈ ഊടായിപ്പ് ഹണി ട്രാപ്പുകാരി എന്ന് പറയുന്ന ഈ കപട ഭക്ത ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ തെളിവ് സഹിതം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാനാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് 4 മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വീടിൻ്റെ മെയിൻ വാർക്ക എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുള്ളത്. 4 മാസം മുമ്പ് ഇവരിട്ട 1-2 വീഡിയോകളിൽ അത് ഫംഗ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്താണ് ഫംഗ്ഷൻ എന്ന് അവർ സൂചിപ്പിച്ചിട്ടില്ല. അപ്പം ഇന്നലെ അവരൊരു റീൽസ് ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അവരുടെ വീടിൻ്റെ മെയിൻ വാർക്ക ആ ഒരു പകുതി എത്തി നിൽക്കുന്ന ഒരു ലെവലിലാണ് ഒരു റീൽസ് ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 4 മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഫംഗ്ഷനാണ്. കാരണം വീടിൻ്റെ ഒരു മെയിൻ വാർക്ക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫംഗ്ഷൻ പോലെ തന്നെ വെച്ചിട്ട് വലിയൊരു എന്താ പറയുക ചടങ്ങ് പോലെ തന്നെയായിരിക്കും നടത്തുന്നത്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് ഈ സ്ത്രീ കൊണ്ടുവന്നിട്ട് അതും വീടിൻ്റെ മെയിൻ വാർക്കയാണ് എന്ന രീതിയിൽ ഒരു റീൽസ് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നവരെന്താ വിചാരിക്കുക, ഇന്നലെ ആയിരിക്കും ഇവരുടെ ഒരു വീടിൻ്റെ മെയിൻ വാർക്കൽ നടന്നിട്ടുള്ളത്, ആ ഫംഗ്ഷൻ നടന്നിട്ടുള്ളത് എന്നല്ലേ നമ്മൾ പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കുക. അതാണ് ഇവിടെ സംഭവിപ്പിക്കുന്നത്. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുക. അതായത് കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ നിന്ന് പണം തട്ടാനുള്ള, അതായത് ഒരു ഫോട്ടോയ്ക്ക് ഒരു ഓർഡർ തരുമോ, എനിക്ക് ഈ ഫോട്ടോയ്ക്ക് ഓർഡർ മാത്രം തന്നാൽ മതി, ഓർഡർ തന്ന് എൻ്റെ കൂടെ കൂടിക്കോളെ, ഓർഡർ തന്ന് ഈ ഉടായ്പിൻ്റെ കൂടെ കൂടാൻ പോകുന്നവരോട് ഒരു പ്രത്യേക മുന്നറിയിപ്പ്, നാളെ നിങ്ങളും കേസിൽ പെടാം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവർ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവളുടെ വീട്ടിലേക്ക് താമരശ്ശേരിക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവളും ഇവളുടെ മാമായും കൂടിയാണ് പോകുന്നത്. അതിൽ ഇവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കറുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് മാത്രം ഇട്ടുകൊണ്ടാണ് ഈ ഒരു മെയിൻ വാർക്കയുടെ റീൽസ് പങ്കുവയ്ക്കുന്നത്. ഇതൊക്കെ പ്ലാനിങ് ആണ്, വെൽ പ്ലാനഡ് ആണ്. എന്താ പറയുക, ഊടായ്പിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഈ സ്ത്രീ ചിന്തിക്കുന്നതും ചെയ്യുന്നതും. പൊതുജനങ്ങളെ കഴുതകളാക്കിക്കൊണ്ട് ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തന്മാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പണം തട്ടുന്ന ഒരു അട്ടവും മാത്രമാണ് ഇപ്പോൾ ഈ സ്ത്രീ എടുക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താണ് ഇങ്ങനെ എന്ന് എടുത്തു വെച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാരണം പൊതുജനം പറ്റിക്കപ്പെടരുത്, അതിനു വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. എന്നെ പോലെ തന്നെ കുറച്ച് സ്ത്രീകൾ കിടന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രീല പിള്ള, ലസിത പാലക്കൽ, ഉത്തര ഉണ്ണി, ഷെഫീന ബീബി. ശരിക്കും ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ബലാണ് ഇപ്പൊ കാണുന്നത് എന്ന് പറയുന്നത്. ഈ സ്ത്രീയെ ഗുരുവായൂരിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടത് നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതിനുള്ള ഏക തെളിവാണ് അന്ന് വെറുതെ അവിടെ പോയി നിന്ന് എന്നെ കണ്ണൻ കരുവാക്കിയത്. അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ലസിതയാണ് ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഗുരുവായൂർ വെച്ച് അപമാനിക്കപ്പെട്ടത് ഞാനാണ് എന്ന തരത്തിലേക്ക് ലസിതയാണ് ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇവർക്കെതിരെ ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ ഷെഫീന ബീബി ഉണ്ട്, ഉത്തരാവുണ്ണിയുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇവർക്കിടെ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും ഇവരെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരുടെയും എന്താ പറയുക പേര് വെച്ചിട്ട് ആത്മഹത്യ ഭീഷണി വരെ മുഴുക്കിയ സ്ത്രീയാണ് ഈ ഹണി ട്രാപ്പുകാരി എന്ന് പറയുന്ന ഈ ഊടായ്പ് കപട ഭക്ത. അപ്പോൾ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെ, അതായത് കേസിൽ കുടുക്കുക, പെടുത്തുക. അപ്പം ലസിതയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, ആദ്യം പറഞ്ഞു ലസിതയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വീഡിയോയിൽ ഇവർ അറിയാതെ തന്നെ സത്യം പുറത്തു വരുവാണ്. അതാണ് ഞാൻ എടുത്തോണ്ടെന്ന് വെച്ചിട്ട് ലോകത്തിന് മുമ്പിലേക്ക് കാട്ടിക്കൊടുത്തത്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ ഗുരുവായൂരിൽ ഓടിക്കാൻ കണ്ണൻ പ്ലാൻ ഇട്ട പോലെ നമ്മളെ എല്ലാവരെയും കരുക്കളാക്കിക്കൊണ്ടാണ് കണ്ണൻ ഇത് ചെയ്യുന്നത്. ഓടിച്ചില്ലേ കണ്ണൻ അവിടെ നിന്ന്, എന്നെ കരുവാക്കി കണ്ണൻ ആ ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച്. പിന്നീട് റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ ഈ ഹണി ട്രാപ്പ് ഊടായ്പ് കപടഭക്ത ആഞ്ഞടിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കുറേ സ്ത്രീകൾ രംഗത്തേക്ക് വന്നു.
ആ സ്ത്രീകൾക്കൊക്കെ ഓരോ നിയോഗമുണ്ട്, നമുക്കൊക്കെ ഒരേ ജന്മ ഉദ്ദേശമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കപടഭക്തയുടെ ഗുരുവായൂരുള്ള നാടകം നിർത്താനായിട്ട് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ തന്നെ ഇങ്ങനെ നിയോഗിച്ചിട്ട് ആ ഒരു നിയോഗമാണ് നമുക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനടക്കം ലസിത പാലക്കലിനടക്കം ഷെഫീന ബീബിക്ക് അടക്കം ഉത്തര ഉണ്ണിക്ക് അടക്കം ശ്രീല പിള്ള അങ്ങനെ കുറെ സ്ത്രീകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇവരെ ഗുരുവായൂരിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇത്രയും 5-6 സ്ത്രീകളെ കരുവായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഞങ്ങളൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല. അപ്പൊ ഞങ്ങൾക്ക് തോന്നിയ സംശയങ്ങളാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറയുന്നത്. ഇന്നലെ മെയിൻ വാർക്കയുടെ ഇട്ട ഡ്രസ്സ് അത് ഞാൻ ഇന്നലെ തന്നെ ലൈവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ അതേ തുടർന്ന് അവരുടെ ആ ഒരു ജനിച്ച വീട് കാണിക്കുന്നുണ്ട്, 40 വർഷം പഴക്കമുള്ളതാക്കി തീർക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അതൊരു വലിയ പഴക്കമുള്ള വീടല്ല. അതിന് ആ വീട് മാത്രമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീടാണ്. ആ വീട്ടിലെ മനുഷ്യരുടെയും ആ വീട്ടിലെ മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനങ്ങളും വലിച്ചു വാരി അലങ്കോലമാക്കി ആ നല്ലൊരു വീട് എത്രമാത്രം വൃത്തികേടാക്കി ഇടാൻ പറ്റുന്നോ അത്രത്തോളം ആ വീട് വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. അതും പോരാഞ്ഞ് ഇവർക്ക് ഇവരുടെ ഭർത്താവിൻ്റെതായ വീടെന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞു ഗോകുലം ഗോപാലനാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അത്താഴ പട്ടിണിക്കാരാണ്, ആരുമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നാടകങ്ങൾ നമ്മൾ കണ്ടു. ഈ ഗോകുലം ഗോപാലൻ പണിത് കൊടുത്തെന്ന് പറയപ്പെടുന്ന ഈ ഭർത്താവിന്റെ വീട്, അതായത് കൊയിലാണ്ടി കുറുവങ്ങാടുള്ള ഇവരുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. 26 സെന്റ് സ്ഥലം, റോഡ് സൈഡാണ്, അതൊരു 1 കോടി രൂപയ്ക്ക് അടുത്ത് വിലമതിക്കുന്ന വീടാണ് എന്നൊക്കെ ഇവര് വന്ന് ലൈവിൽ ഇരുന്ന് തള്ളിമറിക്കുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞ് ഇവരുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ഇവര് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് സ്വർണ്ണങ്ങള് 18 കേസ് ഇവര് കൊടുത്തതായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ, അതിന്റെ രേഖകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലസിത പാലക്കലിന് കൊടുക്കാം എന്ന് ഇവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പവന്റെ ഒരു വള കൊടുക്കാന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 7 പവന്റെ ഒരു മാല കൊടുക്കാന്ന് പറഞ്ഞു. 26 സെന്റ് സ്ഥലവും ഈ 2000 സ്ക്വയർ ഫീറ്റ് വീടും 1 കോടി രൂപയ്ക്ക് അടുത്ത് വിലമതിക്കുന്ന ഈ സ്വത്ത് തങ്ങൾക്കുണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാന്നും പറഞ്ഞ് രംഗത്ത് വന്ന സ്ത്രീയാണ് ഇവര്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ എന്തുമാത്രം ജനങ്ങളെയാണ് ഇവർ കബളിപ്പിക്കുന്നത്. ഉള്ള കാര്യങ്ങളൊന്നുമല്ല ആദ്യം തുറന്നു പറയുന്നത്, പിന്നീട് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുവാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് 4 മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. സെയിം ഇന്നലെ കാണിച്ച ആ കറുത്ത, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് നാളെ ഫംഗ്ഷൻ ഉണ്ട്, നാളെ ഫംഗ്ഷൻ ഉണ്ട്, അതായത് മെയിൻ വാർക്കയുടെ ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ അത് അവർ മെയിൻ വാർക്കയുടെ ഫംഗ്ഷൻ എന്ന് എടുത്തു പറയുന്നില്ല. അപ്പൊ സ്വന്തം വീട്ടിൽ പോയി ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വീട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ തറക്കല്ലിട്ട വീഡിയോ ഇട്ടു, ഒരാഴ്ച കൊണ്ട് മെയിൻ വാർക്ക. അങ്ങനെയല്ലേ അവരിപ്പം വീഡിയോ ഇട്ടിരിക്കുന്നത്? എവിടെ പറ്റും? ഒരാഴ്ച കൊണ്ട് ആ മെയിൻ വാർക്കയാവോ ഒരു വീടിൻ്റെ? ഇനി അടുത്ത ആഴ്ചയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വീടിൻ്റെ പാലുകാച്ചിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇവരൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇടയ്ക്ക് വന്നിരുന്ന വീഡിയോയിൽ പറയുന്നില്ലേ ഫംഗ്ഷന് വേണ്ടി പോവാണെന്ന്. ഇന്നിട്ട വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ഫംഗ്ഷന് വേണ്ടി പോവാണെന്ന്. എന്ത് ഫംഗ്ഷനാ? വീടിൻ്റെ പാലുകാച്ചിലാണ്, അതായത് പെരപാർക്കല്, നമ്മൾ അങ്ങനെയാ പറയാ. തൃശ്ശൂർ വേറെ എന്തൊക്കെയോ പറയാ, കുറ്റീശാന്നോ പറയാ തൃശ്ശൂർക്കാർ. വീട് പാലുകാച്ചല്, കയറി താമസം, പെരപാർക്കൽ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എറണാകുളം ജില്ലക്കാർ പറയുക. ഇവിടെ വന്നപ്പോഴാണ് വേറൊരു ഭാഷ, അത് കേട്ട് ഞാൻ ആദ്യം ഞെട്ടി. കുറ്റീശയോ, എന്താണ് ഈ കുറ്റീശ എന്ന് ഒരു അയപ്പ്. എന്തൊക്കെയായാലും ഈ തൃശ്ശൂർക്കാർ പറയുന്നത് അങ്ങനെയാണ്, കുറ്റീശ. ഇനി വേറെ ജില്ലകളിൽ എന്തൊക്കെയോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന 2 ജില്ലയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവർ ഇന്ന് പോയിരിക്കുന്നത്, ഇന്ന് കുറേ ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം എന്നും പറഞ്ഞ് പോയിട്ടില്ലേ. ഇതാണ് സംഭവം. 90% ഇത് തന്നെയാണ് സംഭവം. അപ്പൊ എന്തുകൊണ്ട് അവർ ഇന്നലെ പോയ അതേ ഡ്രസ്സിൽ ജനിച്ച വീട് അവർ കാണിച്ചല്ലോ. കാണിച്ചപ്പോൾ അവരെന്തുകൊണ്ട് തൊട്ടടുത്ത് പണിയുന്ന അവരുടെ ആ ഒരു പുതിയ വീടിന്റെ ലൈവോ അല്ലെങ്കിൽ വീഡിയോയോ കാണിക്കുന്നില്ല? അതേ ഡ്രസ്സിൽ കാണിച്ചില്ല. ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ അവര് 4 മാസം മുമ്പ് നടന്ന മെയിൻ വാർക്ക ചടങ്ങിന്റെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഈ സ്ത്രീ എന്തോരം കണ്ണന്റെ ഭക്തന്മാരെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭക്തര് നോക്കുമ്പോൾ, ഭക്തരെന്നല്ല എല്ലാവരും നോക്കുമ്പോൾ ഒരു വീട് പണിയാണ്, ഹിന്ദുക്കളെ പറ്റിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. കണ്ണന്റെ ഭക്തന്മാര് നോക്കുമ്പോൾ ഒരു വീട് പണിയാണ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എനിക്കൊരു വീട് പണിത് കൊടുക്കുക എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്ന രീതിയിലാണ് ഈ സ്ത്രീ പറയുന്നത്.
അപ്പൊ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വിചാരിക്കും, ഒരു വീട് പണിയുക എന്നത് ഒരു സ്വപ്നമാണല്ലോ, പ്രത്യേകിച്ച് ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടി വീട് പണിത് കൊടുക്കുക എന്ന് പറയുമ്പം. അപ്പൊ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് പണിത് കൊടുക്കുന്നത് എന്നൊക്കെ തള്ളിമറിക്കുമ്പോൾ കേൾക്കുന്നവർക്കിടെ എന്താ പറയുക, ഹൃദയം ഇത്തിരി അലിയും. അപ്പൊ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്ന അല്ലെങ്കിൽ ഗേറ്റിന് പുറത്താക്കി വീടിന്റെ വാതിലടയ്ക്കുന്ന മക്കളുമാരാണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എനിക്കൊരു വീട് പണിത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്താ പറയുക, മുറിവിൽ മരുന്ന് വയ്ക്കില്ലേ, അതേ ഒരു സുഖമായിരിക്കും. ആ ഒരു സംഭവത്തിനെ മുതലെടുത്തുകൊണ്ടാണ് ഈ സ്ത്രീ ഫോട്ടോയ്ക്ക് ഓർഡർ ചോദിക്കുന്നത്. കേൾക്കുന്നവർ ഓർഡർ കൊടുക്കും, കാരണം ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടല്ലേ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി ഒരു ഓർഡർ കൊടുക്കും. പക്ഷെ ഇത് എത്ര മാസം മുമ്പ് നടന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ചടങ്ങിന്റെ വീഡിയോ ആണ് എന്ന് ആരും അറിയുന്നില്ല. എനിക്ക് തോന്നിയ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു പോയത്. അപ്പം ഞാൻ ഇവരുടെ വീഡിയോ മുഴുവൻ എടുത്ത് പരിശോധിച്ചപ്പോൾ സെയിം ഡ്രസ്സിൽ അവർ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെ അങ്ങനെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു എന്തായിരിക്കും വീട്ടിൽ ഫംഗ്ഷൻ. അപ്പം ഇന്നലെ വന്ന വീഡിയോ, അവരുടെ വീടിൻ്റെ വാർക്കയുടെ വീഡിയോയും കൂടി കൂട്ടി വായിച്ചപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു ഫംഗ്ഷൻ എന്ന്. 4 മാസം മുമ്പിട്ട് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഫംഗ്ഷനുള്ള സാധനങ്ങൾ വീടിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുക. അപ്പം നമുക്ക് മനസ്സിലാവില്ലേ നമ്മളെന്താ പൊട്ടന്മാരാണോ? ഇവരാരെയാണ് പൊട്ടന്മാരൊക്കെ നോക്കുന്നത്? കണ്ണൻ്റെ ഭക്തജനങ്ങളെയോ? അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക, ചതിക്കുഴിയിൽ വീഴാതിരിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്ത്രീ ഫ്രോഡാണെന്ന് പറഞ്ഞാൽ പക്കാ ഫ്രോഡാണ്. കണ്ടെടുത്ത് വെച്ചിട്ട് ഇവളെ അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുരുഷന്മാർ ഇതിൽ ഇടപെടരുത്, സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. കണ്ടെടുത്ത് വെച്ചിട്ട് ഇവളെ പെരുമാറി വിടണം. സ്ത്രീകളെ തന്നെ ഇത്രയേ വരാനുള്ളൂ. അതുകൊണ്ട് ഈ ഹിന്ദു ജനങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ താടകയെ കണ്ടെടുത്ത് വെച്ചിട്ട് അടിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.